അകത്തേക്ക് വരാമോ അച്ഛന്മാരെ? പിന്നെന്താ, വരൂ വരൂ. എല്ലാവരും കൂടി ഒരു പെരുന്നാളിന്റെ ആളുണ്ടല്ലോ. ഓ, എന്തൊരു ദിവ്യദൃഷ്ടി. വന്ന കാര്യം പറയൂ. ആ കാര്യം നിങ്ങളുടെ ദിവ്യസിദ്ധി കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നാ ഒട്ടിയ മണി അടിച്ചു തുടങ്ങി. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന സൊസൈറ്റിയുടെ കാർഷിക ലോൺ പാസ്സായി. എല്ലാം എന്റെ ഗുരുവായ ഗബ്രിയേൽ അച്ഛന്റെ അനുഗ്രഹം. ഇരിക്കൂ. ഓ ആയിക്കോട്ടെ. ആ കത്രീന മാനസാന്തരപ്പെട്ടു. ആ, കർത്താവ് കാത്തു അല്ലേ? പിന്നെ വെളിച്ചപ്പാട് വെള്ളവടി നിർത്തി. അതെന്റെ പൊന്നച്ച വലിയൊരു തമാശ. അയാള് മേടിച്ചോണ്ടുവരുന്ന കുപ്പി പലപ്പോഴായിട്ട് കാണാതെ പോവാ. അതൊരു ദൈവ നിയോഗമാണെന്ന് കരുതി അയാൾ വെള്ളടി നിർത്തി. വലിയ ചെയ്തായി പോയി. എന്തോ അല്ല, അവിടുത്തെ ഓരോ ചെയ്തികളെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു MLA, അത് നിങ്ങളെ കൊണ്ടുവന്ന തൊമ്മിച്ച്. അതൊക്കെ ഇരിക്കട്ടെ. അല്ല അച്ഛന്മാരെ, എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങളിവിടെ വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ? ഞങ്ങൾ ഇവിടെ വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾക്കറിയാമോ? പിന്നെ അറിയാവോന്ന്. അതായത് ഞങ്ങൾ വന്നത് എന്നാ പെരുന്നാൾ നടത്തുന്നേ? ക്ലിയർ ആയില്ല. ക്ലിയറോ? അല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നത് മുടങ്ങിക്കിടക്കുന്ന പെരുന്നാൾ നടത്താൻ വേണ്ടിട്ടല്ലേ? നിങ്ങൾ തീയതി നിശ്ചയിച്ചിട്ട് വേണം അരമനയിൽ നിന്ന് ആഭരണച്ചാർത്തിനുള്ള പൊന്നും പണ്ടൊക്കെ എടുപ്പിക്കാൻ. അതിനൊക്കെ സമയം വേണ്ടേ? എന്തെടുപ്പിക്കാൻ? ഇതെന്താ അച്ഛോ ഒന്നും അറിയാൻ പാടില്ലാത്തോലെ? പണ്ട് നാട്ടുരാജാക്കന്മാർ കാഴ്ചയായി സമർപ്പിച്ചിട്ടുള്ളതും നേർച്ച വഴിപാടായി കിട്ടിയിട്ടുള്ളതും കൂടെ കൂട്ടി ഇപ്പോ പെരുകി പെരുകി ഒരു വലിയ പെട്ടിയായി കാണും. ഇന്നത്തെ കാലമല്ലേ, കള്ളന്മാർ ഏത് വേഷത്തിൽ എങ്ങനെയൊക്കെയാ വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ, അതുകൊണ്ട് അരമനയിൽ സൂക്ഷിച്ചിരിക്കുന്നേ. അപ്പോ എന്നാന്ന് വെച്ചാ നമുക്ക് ഉടൻ തന്നെ. അല്ല, അതാണല്ലോ ഞങ്ങളോട് വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട അല്ലേ ഫാദർ പോൾ? വളരെ വാസ്തവം. കേട്ടല്ലോ. എല്ലാവരുടെയും സംശയം തീർന്നല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫാദേഴ്സ് നമ്മുടെ പെരുന്നാൾ നടത്താൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈശോ സ്ഥിതിയായിരിക്കും. ഞങ്ങൾ അറിയട്ടെ അച്ഛാ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഈ അച്ഛന്മാരെ. മണ്ടന്മാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മുടെ ഭാഗ്യം. അച്ഛന്മാരെ ഒന്ന് നിക്കണേ. എന്റെ അച്ഛോ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എവിടെയൊക്കെ നോക്കി. വാ, ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഇങ്ങോട്ട് വന്ന് കേറന്റെ അച്ഛന്മാരെ. കേറ്. അച്ഛൻ മുമ്പിലേക്ക് ഇരുന്നോ. ഗബ്രിയേലച്ചോ, ദേ നോക്കിയേ ആരൊക്കെയാണെന്ന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും നോക്കിയേ ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. നടക്കച്ചന്മാരെ, നടക്ക്. അങ്ങോട്ട് ചെല്ലച്ചന്മാരെ. Father Sebastian, Father Paul.
ഞാൻ ഈ നാട്ടുകാർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ റോമിൽ നിന്ന് അത്ഭുത സിദ്ധികൾ കൈവരിച്ചെത്തിയ അച്ഛന്മാർ. എന്താ തോമിച്ച, സന്തോഷമായില്ലേ? ഉം. എല്ലാം ഇവിടുത്തെ കർത്താവിന്റെ അനുഗ്രഹമാണ്. ഞാനൊരു നിമിത്തമായെന്നേ ഉള്ളൂ, അല്ലേ തോമിച്ച? അതെ അച്ചോ, അതെ. അല്ലെങ്കിൽ ഞാൻ ഇവരെ റോമിൽ വെച്ച് കാണാനും ഇവിടുത്തെ കാര്യങ്ങൾ പറയാനും ഇവരെന്നോട് പോലും പറയാതെ ഇവിടെ എത്തിച്ചേരാനും അല്ലേ? നമ്മൾ ഒരുമിച്ച് റോമിൽ ചെലവിട്ട സായാഹ്നങ്ങൾ ഓർമ്മയുണ്ടോ? നദിക്കരയിൽ ആ നദിയുടെ പേരെന്താണ്? നദി ഓ, പമ്പ. പെരിയാർ. പെരിയാത്രിക്കോ, കറക്റ്റ്. ഞാൻ ഓർക്കുന്നു. മനുഷ്യരാശിയെ കുറിച്ചും നന്മതിന്മകളുടെ തിയോളജിക്കൽ ഫിലോസഫിയെ കുറിച്ചുമുള്ള ചർച്ചകൾ. തൊമ്മിച്ചായൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾക്കെല്ലാം എനിക്ക് ക്രെഡിറ്റ് തരുന്നുവെന്ന്. എല്ലാം ഞാൻ പഠിപ്പിച്ചതാണ്. അത് ശരിയായിരിക്കാം, പക്ഷേ ഇങ്ങനെ പറഞ്ഞു നടക്കണം കൊച്ചു കള്ളന്മാര്. ഏതായാലും ദൈവകൃപ കൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പെരുന്നാൾ നടത്താൻ തീരുമാനിച്ചല്ലോ. അതിന് സ്തുതി. ഞാനും ഉണ്ടാവും ഇവിടെ പെരുന്നാൾ കഴിയുന്നത് വരെ നിങ്ങളോടൊപ്പം. സന്തോഷമായില്ലേ? എന്താ കപ്പിയാരെ? എല്ലാം മംഗളമാണ്. ഒന്ന് വിശ്രമിക്കണം. പുലർച്ചെ പ്രാർത്ഥനയിൽ ഒന്നിക്കാം. എന്താ? പള്ളിമേടയിലെ തെക്കേ മുറിയിൽ സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, വന്നാട്ടെ. ഇവിടെ വേണ്ട, കുറച്ച് മാറി ആ PWD ഗസ്റ്റ് ഹൗസിൽ ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവരുടെ ധ്യാനങ്ങൾക്ക് അസൗകര്യം വരുത്തണ്ട. എന്തോ ഇറങ്ങാം. വാ അച്ഛാ, വന്നാട്ടെ. വന്നാട്ടെ.